നമസ്കാരം. നമ്മളുടെ ഏവരുടെയും കണ്ണു നനച്ച ഒരു ദുരന്തമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ വലിയ ഉരുൾപൊട്ടൽ. 500-ലേറെ പേർ മരണപ്പെടുകയും നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടാതെ വരികയും നിൽക്കുന്നൊരു സാഹചര്യമാണ് ആ ദുരന്തത്തെ തുടർന്നുണ്ടായത്. മാത്രമല്ല, നിരവധി പേരുടെ വീടുകൾ നഷ്ടമാവുകയും പലരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ്. പറഞ്ഞു വരുന്നത്, അവർക്ക് കേന്ദ്ര സഹായം ലഭിച്ചില്ല, അല്ലെങ്കിൽ കേന്ദ്രം അവരെ അവഗണിക്കുന്നു, കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് വേദിയാക്കി മാറ്റിയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. വയനാട്ടിൽ മാത്രം ഇതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ ഇടതുപക്ഷവും വലതുപക്ഷവും UDF-ഉം LDF-ഉം ഒരുപോലെ BJP സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഹർത്താൽ നടത്തുന്നു, അവിടെ മനുഷ്യച്ചങ്ങല നടത്തുന്നു, പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നു. പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കറിയാം, അവിടെ ഓടിയെത്തി മണിക്കൂറുകൾ അവിടുത്തെ ആശുപത്രികൾ സന്ദർശിക്കുകയും ദുരന്ത മേഖലകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകുകയും ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇവിടുത്തെ ഇടതനും വലതനും ഈ രീതിയിൽ പ്രതികരണവുമായി വന്നത്. ഇപ്പോഴിതാ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നു. അതീവ ഗുരുതര വിഭാഗത്തിൽ ഈ ഒരു ദുരന്തം ഉൾപ്പെടുത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, 2221 കോടി രൂപ സംസ്ഥാനത്തിന് സഹായമായി നൽകാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2000 കോടിയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ ഇപ്പോൾ കേന്ദ്രം തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നാണ് ഈ കണക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത്. ഇതിൻ്റെ മുന്നോടിയായി കേരളത്തിലെ MP-മാർ അമിത്ഷായെ കണ്ടിരുന്നു. അമിത്ഷായുടെ പ്രത്യേക പരിഗണനയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യമുള്ളത്. ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും കേന്ദ്രം അവഗണിക്കുന്നു എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന UDF-ഉം LDF-ഉം പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മാത്രമേ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഫണ്ടുകൾ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്രനാളും കേന്ദ്രത്തെ പഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയെ ട്രോളിക്കൊണ്ട് കുറച്ച് പേർ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നതാണ് ഏറെ ഖേദകരം. എന്തായാലും ചോദിച്ചതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ അനുവദിക്കാൻ പോവുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.